കൊല്ലം തങ്കശ്ശേരി ആൽത്തറമൂട്ടിൽ വീടുകൾക്ക് തീപിടിച്ചു. 5 വീടുകൾക്കാണ് തീപിടിച്ചത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്തുവാന്ന് അറിയത്തില്ല. അടുത്ത വീട്ടിൽ നിന്ന് കണ്ട് തീ ഇതായതാ. പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹാളിലോട്ട് മൊത്തം അങ്ങ് കറുത്ത പുകയായി. പിന്നെ മോള് ചുമച്ചപ്പോഴാണ് കാണുന്നത്. നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തീ അവരുടെ വീട് ഫുള്ളങ്ങ് കത്തി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലോട്ടും തീ ആളി കത്തി. ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും 2 കാല് വയ്യാത്ത വികലാംഗനാ. ഞങ്ങള് വലിച്ചഴിച്ച റോഡിൽ കയറിയത്. പാതി കത്തിയ വീടിനകത്ത് നിന്ന് വലിച്ചഴിച്ച ഞങ്ങള് റോഡിൽ കയറിയത്. നമുക്കൊരു പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയത് തീയിട്ട കത്തിയെന്നാ പറഞ്ഞത്. ചവറ് തീയിട്ട് കത്തിയെന്നാണ്. അത് അണയ്ക്കാൻ വിട്ടുപോയെന്നാണ് പ്രദേശത്തുള്ളവർ പറഞ്ഞത്. ഇനി എന്താണ് അതിന്റെ കൃത്യമായ ഒരു വിവരം എന്നുള്ളത് നമുക്ക് ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ, പൂർണ്ണമായി കത്തിപ്പോയിട്ടുണ്ട്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എന്ത് സംഭവിച്ചു എന്നാണ് നേരത്തെ നമ്മളോട് നാട്ടുകാർ അവിടുന്ന് പല പ്രതികരണങ്ങളും നടത്തിയിരുന്നു. എന്ത് സംഭവിച്ചെന്നാണ് ഇപ്പോൾ അറിയുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ഈ ആളുകളെ ഒക്കെ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? എന്താണ് അവസ്ഥ? ധന്യ, വലിയൊരു തീപിടുത്തമാണ് ആൽത്തറമൂട്ടിന് സമീപത്തുള്ള ഉന്നതിയിൽ കേന്ദ്രീകരിച്ച് ഉണ്ടായത്. ഏകദേശം 7 വീടുകൾക്ക് തീപിടിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 വീടുകൾ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ ഒരു കാരണമായി പ്രാഥമികമായി ആളുകളിൽ നിന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അതിന്റെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ചവറും മറ്റുമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. അത് തീ കെടുത്തുന്നതിന് വേണ്ടി മറന്നുപോകുക. അതിൽ നിന്നും തീ പടർന്ന് സമീപത്തെ വീടുകൾ ഉന്നതിയായതുകൊണ്ട് തന്നെ അടുത്തടുത്താണ് വീടുകളെല്ലാം ഉള്ളത്. ഒരു വീട്ടിലേക്ക് ആദ്യം പടരുകയും അവിടെ നിന്നും തൊട്ടടുത്ത വീടുകളിലേക്ക് വളരെ വേഗത്തിൽ തീ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം തീ പിടിച്ച വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. അവർ പുറത്ത് പോയിരിക്കുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടറിന് ഉൾപ്പെടെ തീ പടർന്നതും പൊട്ടിത്തെറിയിലേക്ക് നയിച്ചു എന്ന കാര്യം, വലിയൊരു ശബ്ദം കേട്ടു എന്നുള്ള കാര്യമാണ് ഈ രക്ഷപ്പെട്ട ചില ആളുകളൊക്കെ പറയുന്നത്. ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആളുകൾക്കാർക്കും തന്നെ പരിക്കേൽക്കുകയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പുക ഉയരുന്നത് കണ്ടതോടെ തന്നെ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു. 10 യൂണിറ്റിലധികം വരുന്ന ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെയെല്ലാം താൽക്കാലികമായി നഗരസഭ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള മുണ്ടയ്ക്കുള്ള പകൽ വീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. ധന്യ. ശരി ലിജോ.